ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കാരണം സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കാൻ കൂടെ പറ്റുന്നില്ല. കാരണം അമ്മാതിരി ചൂടിലേക്കാണ് നമ്മളെ നാട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ പവർ കട്ട് കൂടെ ആകുമ്പോഴേക്കും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഇന്ന് ഞാനൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ പല എമർജൻസീസ് കാരണം എനിക്ക് ഇത്രയും പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇന്ന് ഇച്ചിരി സമയം കിട്ടിയപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ? ഇപ്പോൾ എന്തൊരു സാധനം വാങ്ങാനാണെങ്കിലും ശരി, ഇപ്പോൾ ഒരു സ്ഥലത്തെ വെക്കേഷന് പോകണമെങ്കിലും ഏത് സ്ഥലമാണ് ആപ്റ്റ് ആയിട്ടുള്ളത്, അതിൻ്റെയൊക്കെയുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ഫസ്റ്റ് സോഷ്യൽ മീഡിയയിലായിരിക്കും സ്ക്രോൾ ചെയ്യുന്നത്. അപ്പം കുറച്ച് ഇൻഫർമേഷൻസ് അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബാക്കി തീരുമാനങ്ങൾ എടുക്കുന്നത്. സോ അങ്ങനെ എടുത്തൊരു തീരുമാനത്തിന്റെ ബാക്കി കഥയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത് നിങ്ങളോട്. നമ്മളൊരു 2-2.5 ആഴ്ചകൾക്ക് മുന്നേ കാശ്മീരിലോട്ടൊരു ട്രിപ്പ് പോയായിരുന്നു. അപ്പോൾ അതെന്ന് പറയണത് April 10 സ്റ്റാർട്ട് ചെയ്ത് 14 വരെ ഉണ്ടായിരുന്ന ഒരു ട്രിപ്പാണ്. അപ്പം ആലുവയിലുള്ള പൾസ് UK ഏജൻസി വഴിയാണ് നമ്മൾ കാശ്മീരിലേക്ക് പോയത്. ആൻഡ് ഇറ്റ് വാസ് എ ഗ്രൂപ്പ് ട്രിപ്പ് ഓപ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാശ്മീർ പോലത്തെ ഒരു സ്ഥലത്ത് പോകുമ്പം അതായത് ഒന്നാമത്തെ കേസ് പരിചയം കൂടെ ഇല്ല ആ സ്ഥലത്ത്. പിന്നെ രണ്ടാമത്തെ കേസ് കാശ്മീരിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം എപ്പോഴാണ് എവിടെയാണ് എന്ത് സംഭവിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പം ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ച് കംഫർട്ടബിൾ ആവും എന്നൊരു രീതിയിലാണ് നമ്മൾ ഗ്രൂപ്പ് ട്രിപ്പ് ചൂസ് ചെയ്തത്. ഇപ്പോൾ ഗ്രൂപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഗ്രൂപ്പ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ഹെൽപ്ഫുള്ളും ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് അമേസിങ്. ഇനി ട്രിപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ, ട്രിപ്പ് എങ്ങനെയുണ്ടെന്ന് കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. അപ്പം അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. കാരണം പോയിന്റ്സ് ഒന്നും മിസ് ഔട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒട്ടും തന്നെ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു ട്രിപ്പായിരുന്നു. നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് April 10 മോർണിംഗ് ആണ്. ഒരു 6:30 ഒക്കെ ആയപ്പം എയർപോർട്ടിലേക്ക് എല്ലാവരും അസംബിൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമുക്ക് അവിടെ എത്തിയപ്പോൾ നമ്മുടെ ടിക്കറ്റ്സ് ഒക്കെ ഹാൻഡ് ഓവർ ചെയ്തു. അതിനുശേഷം ഈ ടൂർ ഏജൻസി തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊച്ചിയിൽ നിന്ന് പോകുന്ന സമയത്ത് പൾസ് UKയുടെ ഭാഗത്തു നിന്നും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത ഒരു കോർഡിനേറ്റർ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ആയിരുന്നു അവരുടെ ആ ഒരു പ്ലസ് പോയിന്റ്സ് എന്ന് കരുതിയാണ് നമ്മൾ ഈ പൾസ് UK തന്നെ ഓപ്റ്റ് ചെയ്തത്. കാരണം കൂടെ ഒരു കോർഡിനേറ്റർ ഉണ്ടായാൽ കുറച്ചുകൂടെ നമുക്ക് ജേർണി കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ പൾസ് UK തന്നെ ഓപ്റ്റ് ചെയ്തിരുന്നത്. മോർണിംഗ് ഫ്ലൈറ്റ് ഒരു 9:30 ഒക്കെ ആയപ്പോഴായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. കൊച്ചി ടു ഡൽഹി ടു ശ്രീനഗർ ആയിരുന്നു നമുക്ക് കിട്ടിയ ആ ഒരു ഷെഡ്യൂള്. ഇപ്പോൾ ഡൽഹി എത്തിയിട്ടാണെങ്കിലും ശരി, നമുക്ക് എയർപോർട്ട് ട്രാൻസ്ഫർ ആണെങ്കിലും ഫ്ലൈറ്റിൻ്റെ ഭാഗത്തുനിന്നൊരു ഡിലേ വന്നു എന്നല്ലാതെ നമുക്ക് അവിടെ വേറെ ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഫ്ലൈറ്റ് ജേർണി പക്ക ഓക്കെ ആയിരുന്നു. പിന്നെ ഒരു ഉച്ചയ്ക്ക് 2:30 ഒക്കെ ആയപ്പോഴായിരുന്നു ഡൽഹി ടു ശ്രീനഗർ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഒരു ഏകദേശം 4 മണി 4:15 ആയപ്പോഴേക്കായിരിക്കും നമ്മൾ ശ്രീനഗർ എത്തിയത്. ആൻഡ് ദ കംപ്ലീറ്റ് ജേർണി വാസ് ഓക്കെ, ഫൈൻ ആയിരുന്നു. പിന്നെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അവർ നമുക്കൊരു ബസ് അറേഞ്ച് ചെയ്ത് തരുന്നു. പ്ലസ് അവിടെ നമുക്കൊരു കശ്മീരി കോർഡിനേറ്റർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് നമ്മളെ ഹോട്ടലിൽ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഹോട്ടലെത്തി. ഹോട്ടൽ എന്ന് പറയുന്നത് ശ്രീനഗറിൽ തന്നെ ഉള്ള ദ ഗ്രാൻഡ് കൈസർ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. പക്ഷെ നല്ല ഹോട്ടലായിരുന്നു, നല്ല അക്കോമഡേഷനും അവിടെ ഉണ്ടായിരുന്ന ഫുഡൊക്കെ ആണെങ്കിലും ശരി, എല്ലാവരും പക്ക ഓക്കെ ആയിരുന്നു. വൈകിട്ട് ഡിന്നർ കഴിക്കാൻ പോയപ്പോൾ തന്നെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഐറ്റിനറിയിൽ പ്രകാരം ഉള്ള ഫസ്റ്റ് സ്പോട്ടിലേക്ക് നമ്മൾ നാളെ മൂവ് ചെയ്യും. അതോടൊപ്പം തന്നെ പറഞ്ഞു 7:30 എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരണം. കാരണം 8:15 ഒക്കെ ആകുമ്പോൾ നമുക്ക് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം നമ്മൾ പിറ്റേ ദിവസം, അതായത് April 11 നമ്മൾ കാശ്മീർ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതിൻ്റെ ദ വെരി ഫസ്റ്റ് ഡേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരുന്നപ്പോൾ കുറച്ച് ഡിലേ ആയി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിലായിരിക്കും പറഞ്ഞത് നമ്മൾ ഗുൽമാർഗ് ഫസ്റ്റ് ഡേ നമുക്ക് ഗുൽമാർഗായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗുൽമാർഗ് നമ്മൾ സെക്കൻഡ് ഡേയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഡേ നമ്മൾ പോകുന്നത് പഹൽഗാമിലായിരിക്കും. ആൻഡ് വി വിയർ ലൈക്ക് ഓക്കെ, എന്തായാലും സെക്കൻഡ് ഡേ ഉണ്ടല്ലോ, ഫസ്റ്റ് ഡേ ജസ്റ്റ് നമ്മുടെ പ്ലാൻസ് ഷിഫ്റ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, എന്തായാലും സ്പോട്ട്സ് ഒക്കെ കവർ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലും ആശ്വാസത്തിലും നമ്മളിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ കൂടെ പൾസ് UKയുടെ കോർഡിനേറ്ററും പ്ലസ് കാശ്മീരി അവിടെ അവർ സെറ്റ് ചെയ്ത കോർഡിനേറ്ററും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പഹൽഗാമിലേക്ക് പോകുന്ന വഴി ഇൻ ബിറ്റ്വീൻ പാമ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഈ കേസർ ഒക്കെ വളരുന്ന സ്ഥലമാണ്, ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞാൽ പാമ്പൂർ എന്നൊരു സ്ഥലത്ത് നമ്മളൊരു കിസാൻ കേസർ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിർത്തി. അപ്പോൾ അവിടെ എന്തെങ്കിലും ഇത് അവിടുത്തെ ഗുഡ്സൊക്കെ വാങ്ങാനുള്ള ഒരു
ഇതുണ്ടായിരുന്നു. അപ്പം ആവശ്യമുള്ളതൊക്കെ മേടിച്ച് നമ്മൾ പാമ്പൂറിൽ നിന്ന് വീണ്ടും പഹൽഗാമിലേക്ക് പോയി. സോ പഹൽഗാമിൽ നമ്മൾ കവർ ചെയ്യുന്ന സ്പോട്ട്സ് എന്ന് പറയുന്നത് ചന്ദൻവാഡ, ബേതാബ് വാലി, പിന്നെ സമയമുണ്ടെങ്കിൽ മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊരു സ്ഥലമുണ്ട്, അവിടെയും കൂടെ കവർ ചെയ്യുമെന്ന് നമുക്ക് ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ പഹൽഗാം എത്തി. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടാണ് ആദ്യം ചന്ദൻവാഡയിലേക്ക് ജേണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ലഞ്ച് വാസ് ഓക്കെ. അപ്പം ലഞ്ച് കഴിച്ച് ഇറങ്ങിയിട്ടാണ് നമ്മൾ അറിയുന്നത് അവിടുത്തെ കിച്ചണൊക്കെ ബാത്റൂമിൻ്റെ സൈഡിലായിരുന്നു. പിന്നെ കശ്മീർ പോലുള്ളൊരു സ്ഥലത്ത് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു ഹോട്ടൽ ആരും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലം ശ്രീനഗർ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇന്നർ സൈഡും ഇതേപോലെയൊക്കെയാണ്. ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും സ്പ്ലിറ്റ് ചെയ്ത് ഒരു 5 വണ്ടികളിലാക്കി നമ്മൾ ചന്ദൻവാഡ ജേണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ചന്ദൻവാഡ എത്തി. നമുക്ക് അവിടെ കുറച്ച് സ്നോ കിട്ടിയായിരുന്നു നമുക്ക് ആ ഒരു ഭാഗത്ത്. അപ്പം സ്നോയിൽ ഇറങ്ങണമെങ്കിൽ ബൂട്ട്സൊക്കെ യൂസ് ചെയ്യണം. അപ്പം ബൂട്ട്സൊക്കെ അവിടെ റെൻറ്റിന് കിട്ടും. അതേപോലെ സ്നോ ക്യാപ്പ് ആണെങ്കിലും ശരി, ഗ്ലൗസ് ആണെങ്കിലും ശരി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെയും നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ബൂട്ട്സൊക്കെ ഇട്ടിട്ട് സ്നോ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നു. നമുക്ക് ആകെ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടിയത് ഒരു 15 മിനിറ്റ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സമാധാനമായിട്ടൊന്ന് കാല് കുത്താൻ പോലും അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒരു കൂടി മറിഞ്ഞ ഒരു 15 to 20 മിനിറ്റ്സ് മാത്രമേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം അവരെല്ലാവരെയും തിരിച്ചു വിളിക്കുകയാണ് ചെയ്തത്. ടൈമായി, നമുക്ക് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് കവർ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു വിളിച്ചു. നെക്സ്റ്റ് നമ്മൾ പോയത് ബേതാബ് വാലിയാണ്. അപ്പം അതും നല്ലൊരു സ്ഥലമായിരുന്നു. അതും ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് എൻട്രി ആയതിന് ശേഷം ഒരു 10 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വിളിക്കാണ് ഉണ്ടായിരുന്നത്. ചുരുക്കം പറഞ്ഞാൽ ആ ഒരു ദിവസത്തെ ഫുൾ ജേണി ബസ്സിലും കാറിലും മാത്രമായിരുന്നു. നമുക്ക് ഒരു സ്ഥലത്ത് പോയി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ്ലി ഒരു 30 മിനിറ്റ്സ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ജേണി അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തു. നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് തിരിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഹോട്ടലിലേക്ക് തിരിച്ചു വരുന്ന വഴി നമ്മളെ ബസ് കുറച്ച് സമയം പിടിച്ചിട്ടായിരുന്നു. കാരണം കശ്മീർ പോലത്തുള്ള സ്ഥലത്ത് ഏതെങ്കിലും VIP പോകുമ്പം ഇങ്ങനെ വലിയ വണ്ടികളൊക്കെ പിടിച്ചിടാറുണ്ട്. അപ്പം ഒരു 30 to 45 മിനിറ്റ്സ് നമ്മൾ റോഡിൽ വെറുതെ കിടക്കേണ്ടി വന്നു. അപ്പം നമ്മൾ ഹോട്ടലിൽ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയി. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ഡേ April 12th നമ്മൾ ഗുൽമാർഗ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞൊരു ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മലയാളി കോർഡിനേറ്റർ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു, നമുക്ക് ഇന്നൊരു ബാഡ് ന്യൂസ് ഉണ്ട്, നമുക്ക് ഗുൽമാർഗ് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പം വി ആസ്ക്ഡ് വൈ. അപ്പം പുള്ളി പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, ഈദ് കാരണം കശ്മീർ ഓൾമോസ്റ്റ് ക്രൗഡഡ് ആണിപ്പം. ഈദിൻ്റെ ഹോളിഡേയ്സൊക്കെ വരുന്നതുകൊണ്ട് ഓൾമോസ്റ്റ് ക്രൗഡഡ് ആണ്. സോ ഗുൽമാർഗിൽ കുറേ കശ്മീരി ലോക്കൽസ് ചെന്ന് അവർക്ക് അവിടെ ആക്സസ് ഇല്ലാത്തത് കൊണ്ട് അവരവിടെ പ്രൊട്ടസ്റ്റ് നടത്തി. സോ അവിടുത്തെ ഒഫീഷ്യൽസ്, ഗുൽമാർഗിലൊക്കെയാണ് ഈ ഗോണ്ടുലർ റൈഡ്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഒഫീഷ്യൽസ് ഹാഫ് ഓഫ് ദ ടിക്കറ്റ്സ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ അത് വിശ്വസിക്കണോ വേണ്ടേ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിലായിരുന്നു നമ്മളെല്ലാവരും. ഗുൽമാർഗിന് പകരം ദൂത് പത്രി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കായിരിക്കും പകരം നമ്മൾ പോകുന്നത്. അതായത് നമ്മൾ ശ്രീനഗറിൽ നിന്ന് 1.5 hours ഓഫ് ജേണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയും കുറച്ച് സ്നോഫോൾ ഉണ്ട്, കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ചു. അപ്പോൾ എഗെയിൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും ബസ്സിലേക്ക് കയറിയപ്പോൾ കശ്മീരി കോർഡിനേറ്റർ ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്തു. അഗെയിൻസ് ഹി ടോൾഡ് ദ സെയിം റീസൺ. അപ്പോൾ നമുക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും പോട്ടെ, നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ദൂത് പത്രിയിലേക്ക് പോയി. ദൂത് പത്രിയെ കുറിച്ചിട്ട് കോർഡിനേറ്റേഴ്സ് അവിടെ ബസ്സിൽ പറയുന്നുണ്ടായിരുന്നു എങ്ങനെയുള്ള സ്ഥലമൊക്കെയാണ് എന്ന്. അങ്ങനെ ഞങ്ങൾ ദൂത് പത്രി എത്തി. ഞങ്ങൾ ഇത്രയും ദിവസം യാത്ര ചെയ്തതിൽ വെച്ചിട്ട് ദ വേസ്റ്റ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം ദൂത് പത്രി. കാരണം ഗുൽമാർഗ് ക്രൗഡഡ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഗുൽമാർഗ് ക്യാൻസൽ ചെയ്തത്. കാരണം ഗുൽമാർഗിനെക്കാട്ടിനും ചെന്ന് കണ്ടപ്പോൾ അത് ഇരട്ടിക്കും ഇരട്ടി പോപ്പുലേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഭയങ്കര ക്രൗഡായിരുന്നു അവിടെ. പക്ഷെ അവിടെ എത്തിയപ്പോൾ സ്നോഫോൾ ഉണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോയ സ്ഥലത്ത് സ്നോഫോളേ ഉണ്ടായിരുന്നില്ല. ആകെ കുറച്ച് ഭാഗത്ത് മാത്രം സ്നോ കണ്ടുള്ളൂ. പിന്നെ വന്ന് പറയുന്നതെന്ന് വെച്ചാൽ പോണി റൈഡ് പോയി ഒരു സ്പോട്ടിൽ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് സ്നോ
കിട്ടുള്ളൂ. അപ്പം പോണി റൈഡ് ചെയ്യണമെന്ന് പറഞ്ഞ് എല്ലാവരും പോണി റൈഡ്സിന് വേണ്ടിയിട്ട് റെഡി ആയിരുന്നു. അപ്പോൾ അതും ബാർഗെയിനിങ് ഉള്ളൊരു സ്പോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അവർ പല റേറ്റ് പറയും. അപ്പോൾ നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ളൊരു റേറ്റിൽ നമ്മൾ പറഞ്ഞു നിർത്തി ഇറ്റ് വാസ് ഓക്കെ. അങ്ങനെയെല്ലാം പറഞ്ഞ് സംസാരിച്ചിട്ട് നമ്മളെല്ലാം പോണി റൈഡ് പോയി. ആൻഡ് പോണി റൈഡ് വാസ് ലൈഫ് ത്രെറ്റനിങ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വിഷ്വൽ കാണുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം ആക്സിഡൻ്റൽ ആയിട്ടുള്ള സ്പോട്സിൽ കൂടെയാണ് നമ്മൾ കവർ ചെയ്ത് പോയതെന്ന്. ഈ പോണി കൊണ്ടുവരുന്നവർ വലിയ ആൾക്കാരും ഉണ്ട്. അവരെ പോണീനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ ആൾക്കാരും ഉണ്ട്, ചെറിയ പിള്ളേർ വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവരിങ്ങനെ വലിക്കുക, ദീദി ആവോ ഭയ്യ ആവോ എന്ന് പറഞ്ഞ് വലിക്കുക. അപ്പോൾ നമുക്ക് പറ്റുന്ന ഒരു പോണി കിട്ടിയാൽ മാത്രമേ നമുക്ക് അത്രയും സ്പോട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം സൈസ് കുറഞ്ഞ പോണീസും ഉണ്ട്, സൈസ് കൂടിയ പോണീസും ഉണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ മാത്രമേ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം എല്ലാവർക്കും അവർക്ക് പറ്റിയതായിട്ട് പോണി കിട്ടി. നമ്മൾ അവിടുന്ന് പോണി റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇൻ ബിറ്റ്വീൻ പോലീസുകാരെ കാണുമ്പോൾ ഈ പോണി മേയ്ക്കുന്ന ചെറിയ പിള്ളേർ ഓടിക്കളയാം. അപ്പം നമ്മൾ പോണിയിലിരിക്കുന്നവർ ഭയങ്കരമായിട്ട് വറീഡായി പോകും. കാരണം നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഓട്ടിക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഇവന്മാർ പോകുമ്പം ഇവന്മാർ ഇതിൻ്റെ കയറ് തന്നിട്ട് ഓടുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പം നമ്മൾ ആകെ വറീഡാവും. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്തൊരവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ ഈ പോണി എന്ന് പറയുന്നത് വെള്ളം കാണുമ്പോൾ കുനിയും. അപ്പോൾ ആ കുനിയുമ്പം ആ ഒരു പേടിയും കൂടെ നമുക്കുണ്ടാവും. നമ്മുടെ കൂട്ടത്തിൽ വന്ന ഒരു ആൻറ്റി ഈ പോണിയുടെ മേത്തുനിന്ന് വീണു. അവർക്ക് പിന്നെ കൂടുതൽ പറ്റാത്തതുകൊണ്ട് അവരത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പോയി. പൈസ പോകണമെങ്കിലും പോട്ടെ, അവരുടെ ആരോഗ്യമാണ് വലുതെന്ന് പറഞ്ഞാൽ അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഇൻസിഡൻസ് നടന്നിട്ട് ഒരു അപ്പോളജി പോലും ഈ പൾസ്യുക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു ദിവസത്തെ ജേർണി എന്ന് പറഞ്ഞാൽ ഭയങ്കര വേഴ്സ്റ്റായിരുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് പൈസയും പോയി, നമുക്ക് വേണ്ടത് കിട്ടിയുമില്ല. അങ്ങനെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫൈനലി കുറച്ച് പേര് ആ സ്നോ ഉള്ളൊരു സ്ഥലത്ത് എത്തിയപ്പം സ്നോ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സ്നോ നമ്മൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഒരു അരുവി ഉണ്ടായിരുന്നു. ആ അരുവി കടന്ന് അപ്പുറത്തോട്ട് പോകണം. നമ്മൾ കടക്കാൻ പോയ സമയം അവർ പറഞ്ഞു ടൈം ആയി കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകാമെന്ന്. അപ്പോൾ നമുക്ക് ഒന്നും കിട്ടാത്തതുപോലെയായി. കുറച്ച് നേരം അവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ പോണിയൊക്കെ ആണെങ്കിലും ശരി, അതിന് നേരെ നടക്കാൻ പോലും കഴിയുന്നില്ല. ഇൻ ബിറ്റ്വീൻ അവർ സ്റ്റോപ്പ് ചെയ്യുമ്പം അതിലിരിക്കുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് പേടിച്ചു പോകുന്നുണ്ട്. അത് ഓരോ ആക്ഷൻസ് കാണിക്കുമ്പോഴും നല്ല രീതിക്ക് പേടിച്ചു പോകുന്നുണ്ട് എല്ലാവരും. സോ നമ്മളവിടെ പോയി തിരിച്ചു വരുന്ന സമയം ഏകദേശം നമ്മുടെ ബസ്സിനടുത്ത് എത്താറായപ്പോൾ ഈ പോണി റൈഡേഴ്സ് നമ്മുടെ അടുത്ത് ടിപ്പ് ചോദിച്ചു. നമ്മൾ കൊടുത്ത പൈസേനെക്കാട്ടിനും എക്സ്ട്രാ, അതായത് പോണിക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചു കൊടുക്കാൻ വേണ്ടി അവർ ടിപ്പ് ചോദിച്ചു. അതും കൊടുത്ത് നമ്മൾ തിരിച്ചു വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ദേഷ്യമായിപ്പോയി. പിന്നെ ആരും ഒന്നും സംസാരിച്ചില്ല ആ സമയം. പിന്നെ തിരിച്ച് ഹോട്ടലിലേക്ക് നമ്മൾ വന്നതിന് ശേഷം നമ്മുടെ മലയാളി കോർഡിനേറ്റർ നമ്മളെ മീറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ അന്ന് ദൂത്പത്രിയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഫുള്ള് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഭയങ്കര വേഴ്സ്റ്റായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു, നമുക്ക് ഒട്ടുമേ പറ്റിയില്ല എന്നുള്ള കാര്യം ഫുള്ള് പറഞ്ഞു. പുള്ളി ഇതെല്ലാം കേട്ടിട്ട് ഒന്നും അറിയാതെ ഒരു പാവം പോലെ നിൽക്കുകയാണ്. നമുക്ക് പുള്ളിയുടെ ഭാഗത്തൊന്നും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഈ ദൂത്പത്രിക്ക് വരാൻ നമുക്ക് സോനാമാർഗ് ഒരു ഓപ്ഷൻ തരാമായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിച്ചായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ സോനാമാർഗ് ശ്രീനഗറിൽ നിന്ന് 3 hours എവേ ആണ്, ഫാർ എവേ ആണ്. സോ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര എക്സോസ്റ്റഡ് ആവില്ലേ എന്നാണ് അവർ ചോദിച്ചത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ കേരളം തൊട്ട് കശ്മീർ വരെ വന്നവരാണ്. കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന ഓൾട്ടർനേറ്റീവ്സും കയ്യിലെടുത്തിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ കശ്മീർ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് ഗുൽമാർഗ് അല്ലെങ്കിൽ സോനാമാർഗാണ്. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ പോലും ഓപ്റ്റ് ചെയ്യാതെ എന്തുകൊണ്ട് കശ്മീർ ഓപ്റ്റ് ചെയ്തെന്നുള്ള റീസൺ ഇതാണ്. നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തേണ്ടത് നിങ്ങളുടെ തന്നെ ഡ്യൂട്ടിയാണ്. സോ ഈ ഒരു സ്പോട്ട് ഇല്ലെങ്കിൽ അതിന് ഈക്വലായിട്ടുള്ള സ്പോട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. കാരണം ഇത്രയും പൈസ ചിലവാക്കിയാണ് ഓരോ ഫാമിലീസും വന്നിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പൈസ വെറുതെ കിട്ടുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അത്രയും ആ ഒരു സ്ഥലത്ത് ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം നിങ്ങളുടെ ഭാഗത്തും അത് കിട്ടിയില്ലെങ്കിൽ ഇറ്റ്സ് എ ബിഗ് സ്കാം.